പോളൈഡ് ആപ്പിലേക്ക് സ്വാഗതം. വോട്ടർ സർവേകളും പ്രചാരണങ്ങളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പോളൈഡ്. ആരംഭിക്കുന്നതിനായി ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് മൊത്തമായ അവലോകനം നടത്തുവാനും പ്രധാന ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഡാഷ്ബോർഡിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉപയോക്താക്കളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്തങ്ങളെ അടിസ്ഥാനമാക്കി തരം തിരിച്ച് റോളുകൾ നൽകാനും സാധിക്കും. പുതിയ യൂസറിനെ ചേർക്കുവാനായി ആഡ് യൂസർ എന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്ത ശേഷം പേര്, ഇമെയിൽ ഐഡി, ഫോൺ നമ്പർ, നിയോജക മണ്ഡലം തുടങ്ങിയ വിശദാംശങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി ടീമുകൾക്ക് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാനും സർവേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയും. വോട്ടർമാരിൽ നിന്നും വിശദമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർവേ എന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്യുക. ഈ ഫീച്ചർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇഷ്ടാനുസൃതമായ സർവേ ഫോമുകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഇതിൽ ടെക്സ്റ്റ് ഇൻപുട്ടുകൾ, ഡ്രോപ്പ് ഡൌൺ മെനുകൾ, ചെക്ക് ബോക്സുകൾ തുടങ്ങി നിരവധി ഫീൽഡുകൾ ചേർക്കാനുള്ള സൌകര്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ക്യാമ്പയിനുകൾ ഉണ്ടാക്കാനും നിർദ്ദിഷ്ട നിയോജക മണ്ഡലങ്ങളിലേക്ക് സർവേകൾ നൽകാനും ഓരോ ക്യാമ്പയിനിന്റെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാനും ക്യാമ്പയിൻ എന്ന ഫീച്ചർ സഹായിക്കും. ഇത് അവരുടെ പ്രചാരണം കൂടുതൽ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാനും വ്യാപകമായി നടപ്പിലാക്കാനും അനുവദിക്കുന്നു. വോട്ടേഴ്സ് എന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവരുടെ EPIC നമ്പർ, രക്ഷിതാവിന്റെ വിവരങ്ങൾ, വീടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്നതുൾപ്പെടെ വോട്ടർമാരുടെ പൂർണ്ണമായ പട്ടിക കാണാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. ഇമ്പോർട്ട് വോട്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ വോട്ടർമാരെ വേഗത്തിൽ ചേർക്കാനും ഒന്നിലധികം വോട്ടർ രേഖകൾ ഒരേ സമയം അപ്ലോഡ് ചെയ്യാനും കഴിയും. ഇത് വോട്ടർ ഡാറ്റ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. കമ്പയർ വോട്ടർ ലിസ്റ്റ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് രണ്ട് വോട്ടർ പട്ടികകൾക്കിടയിൽ ചേർത്തതോ നീക്കം ചെയ്തതോ അപ്ഡേറ്റ് ചെയ്തതോ ആയ വോട്ടർമാരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. പുതിയൊരു തിരഞ്ഞെടുപ്പ് ചേർക്കുവാനായി ആഡ് ഇലക്ഷൻ എന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇലക്ഷന്റെ പേര്, തരം, വർഷവും മാസവും, റോൾ റിവിഷൻ എന്നിവ തിരഞ്ഞെടുക്കുക. എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച ശേഷം ഇലക്ഷൻ ക്രിയേറ്റ് ചെയ്യുവാനായി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാർട്ടി കോൺഫിഗറേഷൻ എന്ന ഫീച്ചറിൽ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പാർട്ടി ഏതെന്ന് സെറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ സാധിക്കും. ഇലക്ഷൻ കാൻഡിഡേറ്റ് എന്ന ഫീച്ചർ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഓരോ തെരഞ്ഞെടുപ്പിലെയും രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെയും വിജയികളെയും മറ്റു വിശദാംശങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ റോൾ റിവിഷൻസ് എന്ന ഫീച്ചറിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകൾക്കായുള്ള വ്യത്യസ്ത വോട്ടർ പട്ടികകൾ കാണാനും കൈകാര്യം ചെയ്യാനും കഴിയും. ഇത് റോൾ ടൈപ്പ്, ലഭ്യമായ വോട്ടർ പട്ടിക, ഓരോ പുനരവലോകനത്തിനുമുള്ള വിശദമായ വിശകലനം എന്നിവ കാണിക്കുന്നു.